അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ രാമേന്ദ്രേട്ടന്റെ മകനും രാമേന്ദ്രേട്ടന്റെ വാദി അല്ലേ? ഞങ്ങൾ ഇതേവരെ യാത്ര ചെയ്തിട്ടില്ല ആ റിസ്കില് സ്പെക്കില്. കാരണം വെച്ചാൽ അച്ഛൻ കൈലാസ് മാൻസറോവർ പോയത് 290 കിലോമീറ്റർ നടന്നിട്ടാ. ഞങ്ങൾ നേരെ മാൻസറോവറിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ലാൻഡ് ചെയ്തു. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട്. പക്ഷെ ഈ പരിക്രമം 52 കിലോമീറ്ററാണ് കൈലാസത്തിന്റെ. ആ പരിക്രമം ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം. അമ്മയ്ക്ക് ആദ്യ യാത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഈ അമ്മയിൽ ഒരു യാത്രാ താല്പര്യം ഉണ്ടാക്കിയത്? നൊണ ആണ്. എന്ത് പറഞ്ഞു? പച്ചക്കള്ളം പറഞ്ഞിട്ടാ. എന്ത് പറഞ്ഞു? ബോംബെ പോവാന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് യാത്ര 2016 ആണോ? ആരായിരുന്നു ആദ്യത്തേത്? എനിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഭയങ്കര ആഗ്രഹം. ഞാൻ എപ്പോഴും സൂര്യനോടാണ് തല്ലൂടുക. എത്ര രാജ്യങ്ങൾ കാണാൻ പറ്റണോ, എനിക്കൊന്നും കാണുന്നില്ലെന്നു. അതെനിക്കിന്ന് സാഫല്യമായി. ഇത്ര യാത്രയിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ബോംബെ കൊണ്ടുപോയതെന്നാണ് പറഞ്ഞിട്ട് തന്നെയാണ്. അവൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ പിറന്നാളിനായിട്ട് പോയതാണ്. അങ്ങനെ ഫസ്റ്റ് യാത്ര ബോംബെ തന്നെയാണോ പോയത്? ബോംബെ തന്നെ പോയത്. ബോംബെക്ക് ഒരു ദിവസത്തേക്ക് നമ്മൾ ഇന്ന് ചെല്ലുന്നു, പിറ്റേ ദിവസം ആ കൊച്ചിൻ്റെ പരിപാടി, നെക്സ്റ്റ് ഡേ തിരിച്ചു വരുന്നു എന്നായിരുന്നു പ്ലാൻ. അവിടെ ചെന്നു, കൊച്ചിൻ്റെ പരിപാടി ശരിക്കും ഉണ്ടായി, അറ്റൻഡ് ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരെ ഷിർദി പോയി, അവിടുന്ന് അങ്ങോട്ട് ശനി സിംഗ്നാർ പോയി, പിന്നെ ഔറംഗാബാദ്, അജന്ത എല്ലോറ. അജന്ത എല്ലോറ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് തോന്നി ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അമ്മ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആർക്കിടെക്ചർ തെക്കേ ഗോപുരമായിരുന്നു. അപ്പോൾ അതിനും വലിയൊരു ആർക്കിടെക്ചർ കണ്ടപ്പോൾ ഇങ്ങനെ വായ പൊളിച്ച് നോക്കിയിരുന്നു. ആ കൈലാസനാഥ ടെമ്പിൾ കണ്ടപ്പോഴാണ് ഇനിയും യാത്ര ചെയ്യണം, ഇനിയും പോണം എന്ന് പറഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ സീരിയൽ കാണില്ല, ഒന്നും ആകെ കൂടി യാത്ര വിവരണങ്ങളും കുളങ്കര സാറിൻ്റെ ഒക്കെ കാണില്ലുള്ളൂ. അതിൽ നിന്ന് കാണുന്നതിൽ ടി വിയിൽ കാണുന്നേക്കാളും ഭംഗിയല്ലേ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച. 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയാണ് അമ്മയും മകനും കൂടി. MK രാമേന്ദ്രൻ ചേട്ടന്റെ കുടുംബമാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ സ്വാഭാവികമായിട്ടും യാത്ര ചെയ്തില്ലെങ്കിലല്ലേ. എനിക്കൊരു കാര്യമല്ലേ ആഡ് ചെയ്യാനുള്ളത്. സാധാരണ നമ്മളൊരു ചെറുപ്പക്കാര് യാത്ര ചെയ്യുമ്പോൾ ബാധ്യതകളെ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ആരും ഇഷ്ടപ്പെടില്ല. അതിൽ വ്യത്യസ്തമായിട്ട് ഒരു ചെറുപ്പക്കാരനൊരു മകൻ സ്വന്തം അമ്മയെയും കൊണ്ട് ലോകം കാണിക്കാറുണ്ട്. ഇപ്പോ ഹണിമൂണിന് പോകുന്ന ആൾക്കാരുണ്ട്, ലിവിംഗ് റിലേഷൻഷിപ്പിൽ പോകുന്ന യാത്രകളുണ്ട്. അമ്മയും കൊണ്ട് ഒരു മകൻ യാത്ര ചെയ്യാൻ പോവാണ്. മാത്രമല്ല സമ്പാദിച്ചു വെക്കേണ്ട പ്രായമാണെന്നാണല്ലോ പൊതുവെ നാട്ടിലെ ഒരു കീഴ്വഴക്കം. ആ സമയത്താണ് സമ്പാദിക്കുന്നതുമായിട്ട് യാത്ര പോവുക, അതും അമ്മയും കൊണ്ട് കാഴ്ച കാണാൻ പോവുക എന്നുള്ളത് ഒരു അനുഭവമല്ലേ.